ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ലക്ഷണമുണ്ട്. സോണിയാഗാന്ധിക്ക് ചിലപ്പോൾ പണി വരും. ഇന്ത്യൻ പൗരയാവുന്നതിന് മുന്നേ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയതിന് പണി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കരുതിയിരുന്നോട്ടെ. ഇത് BJP-യാ. വയസ്സുകാലത്ത് കോടതി കയറേണ്ടി വരും. ശ്രീ പത്മനാഭൻ നേരത്തെ പറഞ്ഞല്ലോ 2029-ലും 34-ലും ഒക്കെ ഞങ്ങൾ തൃശ്ശൂർ വോട്ട് ചേർക്കുന്നത്. തൃശ്ശൂർ മാത്രം വോട്ട് ചേർത്താൽ മതിയോ? അടുത്ത ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2026-ൽ, അടുത്ത വർഷം നടക്കും. അപ്പം 140 മണ്ഡലമുണ്ട്. ഇപ്പൊ എല്ലാ മണ്ഡലത്തിലും അങ്ങനെ പുറത്തുനിന്ന് വോട്ട് ചേർക്കാൻ പറ്റില്ല. മൊത്തം കേരളത്തിലെ വോട്ടുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാവുന്ന വോട്ടുകളെ സാധ്യതയുള്ളവരും 3-4 മണ്ഡലങ്ങളിൽ പരമാവധി ചേർക്കാം എന്നുള്ളതിനപ്പുറത്ത്. അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? 4-5 മണ്ഡലത്തിൽ ജയിക്കുകയോ മികച്ച പ്രകടനം നടത്തുകയോ ചെയ്യാൻ കഴിഞ്ഞേക്കാം. അത്രയല്ലേ ഉള്ളൂ. അഭിലാഷ്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടീനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പഠിപ്പിക്കുകയല്ലേ? അല്ല, ചോദിക്കാണ് വേണ്ട കേട്ടോ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിൽക്കട്ടെ, പറഞ്ഞോട്ടെ. ഈ മൊബൈൽ ഫോണിൻ്റെ അകത്ത് 25-30 ഹിയറിംഗ് നോട്ടീസുകളുണ്ട്. ഞങ്ങൾ ചേർത്ത ഈ പ്രദേശത്തെ വോട്ടിൻ്റെ 25-30 ഇതാ ഈ മൊബൈലിലുണ്ട്. ഞങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയാം. പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ലക്ഷണമുണ്ട്. സോണിയാഗാന്ധിക്ക് ചിലപ്പോൾ പണി വരും. ഇന്ത്യൻ പൗരയാവുന്നതിന് മുന്നേ വോട്ടർ പട്ടികയിൽ കയറിക്കൂടിയതിന് പണി ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. കരുതിയിരുന്നോട്ടെ. ഇത് BJP-യാ. ഞങ്ങൾ പൊയ്വടി വെക്കുന്ന പാർട്ടിയല്ല. 370 എടുത്ത് കുപ്പത്തൊട്ടിയിൽ എറിയെന്ന് പറഞ്ഞപ്പോൾ അത് എറിഞ്ഞോരാ. വഖഫ് നിയമം പാസ്സാക്കുമെന്ന് പറഞ്ഞപ്പോൾ പാസ്സാക്കിയോരാ. പിന്നെ ഈ രാജ്യത്ത് SIR കൊണ്ടുവരുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ SIR കൊണ്ടുവരാൻ വന്നപ്പോൾ ഈ പ്രതിപക്ഷങ്ങൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് തടയാൻ പറ്റിയിട്ടില്ല. അവർ പ്രതിപക്ഷം പറഞ്ഞത് ചെയ്യാൻ പറ്റാത്തവരും ഞങ്ങൾ പറയുന്നത് ചെയ്യുന്നവരുമാണ്. ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. എല്ലാവരും ചോദിച്ചു നിങ്ങളെങ്ങനെ CAA നടപ്പിലാക്കുകയെന്ന്. ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഞങ്ങൾക്ക് പണി അറിയാം. ഞങ്ങളുണ്ടല്ലോ ഒരു കാര്യം വെറുതെ കോൺഗ്രസ്സുകാരെ പോലെ വായിട്ടടിച്ചിട്ട് ആ പരിപാടി ഇല്ല. സോണിയാഗാന്ധിക്ക് പണി കിട്ടാണ്ട സോണിയാഗാന്ധി നോയിക്കോട്ടെ. മുന്നേ വോട്ടർ പട്ടികയിൽ വയസ്സുകാലത്ത് കോടതി കയറേണ്ടി വരും. ഒന്ന് ചെയ്യും. നിങ്ങൾ ഒരു കോൺഗ്രസ് പോലും അഴിമതി കേസ് പിടിച്ചത് നിങ്ങളുടെ വിവരക്കാണ് പറയുന്നത്. നട്ടലിന് നല്ല മറവുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കാണിക്കും. 80 മുതൽ 45 വർഷമായല്ലോ. 80 മുതൽ 45 വർഷമായി. ഒന്ന് നട്ടലിന് ബലം, അത്യാവശ്യം മൈക്കിന് മുമ്പിൽ ഒന്ന് ചെയ്തു കാണിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി NCT ഓഫ് ഡൽഹി NCT-ആയി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഫെബ്രുവരി 1, 1992-ലാണ്. എന്തായാലും ഇന്നിപ്പോൾ അനുരാഗ് താക്കൂറും അതുപോലെ തന്നെ അമിത് മാളവയും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഈ രേഖയിൽ NCT എന്ന് കാണുന്നുണ്ട്. സോ എല്ലാം സംശയാസ്പദമാണ്. നോക്കാം, ഇതിൻ്റെയൊക്കെ സത്യസന്ധത പുറത്തു വരട്ടെ വരുന്ന ദിവസങ്ങളിൽ എന്ന് വിചാരിക്കാം.